നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളി. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന് സുപ്രീം കോടതി. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. സാക്ഷി വിസ്താരം പൂർത്തിയായ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിചാരണ വേഗത്തിലാക്കുവാൻ നിർദ്ദേശിക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും കോടതി തള്ളി. ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ഒന്നിച്ച് മടക്കം. വിട ചൊല്ലാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. 4 പെൺകുട്ടികൾക്കും തുമ്പനാട് ജുമാ മസ്ജിദിൽ അന്ത്യനിദ്ര. പാലക്കാട് പനയമ്പാടത്ത് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മരിച്ച 4 പെൺകുട്ടികളുടെയും ഖബറടക്കം തുമ്പനാട് ജുമാ മസ്ജിദിൽ നടന്നു. രാവിലെ 10 മണിയോടെ നടന്ന മയ്യിത്ത് നമസ്കാരത്തിന് ശേഷമാണ് ഖബറടക്കം നടന്നത്. അടുത്തടുത്തായി തയ്യാറാക്കിയ 4 ഖബറുകളിലാണ് പെൺകുട്ടികളുടെ ഖബറടക്കം. പെൺകുട്ടികളെ അവസാന നോക്കൊന്ന് കാണുവാൻ 100 കണക്കിന് ആളുകളാണ് പള്ളിയിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ഹാളിലും എത്തിയത്. കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും കാണാനായത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇന്ത്യയെ നടുക്കിയ പാർലമെന്റ് ആക്രമണത്തിന് ഇന്ന് 23 വയസ്സ്. പാർലമെന്റിന് നേരെ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 23 വർഷം. 2001 ഡിസംബർ 13-നാണ് ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ ഭീകര തീവ്രവാദ സംഘടനകൾ സംയുക്തമായി ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിനു നേരെ ആക്രമണം നടത്തിയത്. 30 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 5 അക്രമികളും ഡൽഹി പോലീസ് അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 9 പേർ കൊല്ലപ്പെട്ടു. വഖഫ് സ്വത്ത് പടച്ചോന്റെ സ്വത്ത്. ഇവിടെ ഭരിക്കുന്നത് പിണറായി. ഒരാൾക്കും കുടിയൊഴിയേണ്ടി വരില്ല. പി ജയരാജൻ. വഖഫ് സ്വത്ത് ഇസ്ലാം മതപ്രകാരം പടച്ചോന്റെ സ്വത്താണെന്നും ഈ സ്വത്താണ് ലീഗുകാർ വിറ്റ് പണമാക്കിയതെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. വഖഫ് സ്വത്ത് പണം കൊടുത്തു വാങ്ങുവാൻ പറ്റില്ല. ഇവിടം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. ഒരാൾക്കും കുടി ഒഴിയേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭൂമിയുടെ പേരിൽ സംരക്ഷകരായി RSS BJP-ക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മുനമ്പം വിഷയം വർഗീയവൽക്കരിക്കുവാൻ BJPയും ലീഗും ചേർന്ന് ശ്രമിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള രക്തസാക്ഷി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയരാജൻ. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളുമെല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേജ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേജ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. റിസർവ് ബാങ്കിന് ബോംബ് ഭീഷണി. സന്ദേശമെത്തിയത് RBI ഗവർണർക്ക്. റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ആസ്ഥാനം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുമെന്ന് ഭീഷണി. ഇന്നലെയാണ് റഷ്യൻ ഭാഷയിലുള്ള ഭീഷണി സന്ദേശം RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഔദ്യോഗിക ഇമെയിൽ IDയിലേക്ക് ലഭിച്ചത്. പ്രതിയെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്ന് മുംബൈ പോലീസ് അറിയിച്ചു. റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണും മന്ത്രി KB ഗണേഷ് കുമാർ.
പാലക്കാട് അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പനയംപാടത്തെ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, കെ. കൃഷ്ണൻകുട്ടി എന്നിവരുമായി സംസാരിച്ചിരുന്നു. നാളെ പാലക്കാട് പോകും. റോഡിനെ സംബന്ധിച്ച് അടിയന്തരമായി പരിഹാരം കാണും. ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാനായി ആവശ്യപ്പെടുമെന്നും മന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പുതുക്കി. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ പുതുക്കി. 3 ജില്ലകളിൽ നൽകിയിരുന്ന ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ ഓറഞ്ച് അലർട്ടുകളാണ് പിൻവലിച്ചത്. 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതകൾ ഉള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. സ്വർണ്ണവില ഇടിഞ്ഞു. അറിയാം ഇന്നത്തെ നിരക്കുകൾ. 2 ദിവസം മാറ്റമില്ലാതെ തുടർന്ന ശേഷം ഇന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില ഇടിഞ്ഞു. പവന് 440 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 55 രൂപയും കുറഞ്ഞു. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന് 7230 രൂപയായി. 1 പവൻ സ്വർണത്തിന് ഇന്ന് 56,720 രൂപയും നൽകേണ്ടി വരും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.